ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ് മെഡിക്കൽ കോളേജിലേക്ക്. ഇപ്പോൾ രാവിലെ 4 മണിക്കത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ മീൻ കറിയും സാമ്പാറും പിന്നെ ചിക്കൻ കറിയും ഉപ്പേരിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചിക്കൻ കറിയല്ല കേട്ടോ, ചിക്കൻ വരട്ടുന്നതാണ്. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചു, കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു. എല്ലാം കൂടെ ഒരുമിച്ചാണ് വെച്ചത് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു സൈഡിൽ നിന്ന് ഉപ്പേരിയും ഉണ്ടാക്കി. പിന്നെ ചിക്കൻ നല്ല കട്ടയായിരുന്നു, ഫ്രീസറിൽ വെച്ചതുകൊണ്ട് അതൊക്കെ എടുത്ത് നനച്ച് വെച്ചു. മീൻകറി അയലക്കറിയാണ് വെക്കുന്നത്. പിന്നെ ചിക്കൻ വരട്ടുന്നതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ആദ്യം വഴറ്റിയെടുത്ത് അതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. 2 കറികളുള്ളത് കൊണ്ട് നല്ല തിക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണയായിട്ട് മോള് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കാറുണ്ട്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് കുറേ നേരം ഉറങ്ങാണ്ട് ഞങ്ങൾ അടുക്കളയിലുള്ള ബഹളങ്ങളൊന്നും അവൾ അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ അവളെ എടുത്ത് നടക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് പാല് വന്നു. പാലെടുക്കാൻ ഞാൻ പുറത്ത് പോയപ്പോൾ നല്ല മഞ്ഞായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഒരു വയലാണ്, കുറേ തെങ്ങൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. രാവിലെ മഞ്ഞുള്ള ദിവസമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ ഈ കറികളും ചോറും ഒക്കെ പാക്ക് ചെയ്യലാണ്. കറികൾക്കൊക്കെ അവർ കവർ തന്നിട്ടുണ്ട്. പിന്നെ ചോറ് ഇലയിലാണ് പൊതിയുന്നത്. ഈ ഇലയിൽ പൊതിയാൻ എനിക്കറിയില്ല, അമ്മക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ആ ചേട്ടന്മാരെ കൊണ്ട് തന്നെ പൊതിയിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. കറി പക്ഷേ ഞാനും അമ്മയും ചേർന്ന് കവറിലാക്കി. അപ്പോഴേക്കും അൽഷമോൾ എഴുന്നേറ്റു. പിന്നെ അവളും കൂടി എല്ലാത്തിനും. പിന്നെ അടുത്തൊരു പ്രധാന പണി കിച്ചൺ ക്ലീൻ ചെയ്യലാണ്. അതൊരുവിധം കഴിഞ്ഞതോടെ തന്നെ സമാധാനമായി. അപ്പോഴേക്കും ചേട്ടന്മാരൊക്കെ വന്നു. പിന്നെ അവർ പൊതിഞ്ഞു. അങ്ങനെ നമ്മുടെ 4 പൊതി ചോറ് റെഡിയായി. പിന്നെ അവരത് പാക്ക് ചെയ്ത് അവർ തന്നെ എടുത്തു കൊണ്ടുപോയി. പിന്നെ മുറ്റത്തുനിന്ന് ഫോട്ടോ എടുത്തു. അൽഷമോളും പൊതി കൊടുക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. അൽഷമോൾക്കും സന്തോഷമായി. അപ്പോഴത്തേക്കും അവൾ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നല്ല ഉറക്കം വരുന്നുണ്ട്. ബായ്.